ഹലോ സാറേ. ഹലോ, ചന്ദ്രൻ മുതലാളിയാണ്. ചന്ദ്രൻ മോളിലാണോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അട്ടി ടേക്ക് ഓഫിന് പറ്റിയ കിടക്കം കൗണ്ടർ. ഓക്കെ. പിന്നെ സാറേ വസ്തു നോക്കാനായിട്ട് എപ്പോഴാ വരുമെന്ന് പറഞ്ഞാൽ എപ്പോഴാ വന്നേ? യോ, ഞാനൊരു 10 മണിയാകുമ്പോ അങ്ങ് എത്തിക്കോളാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതൊക്കെ പോട്ടെ, ചന്ദ്രൻ ഇപ്പൊ എവിടാ? ഞാൻ ഈ പറമ്പിന്റെ മൂലൊക്കെ നിപ്പുണ്ട്. അതിരെല്ലാണോ? ആ ഒരുപാട് അടുത്തടിച്ച് കോമഡിയാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു കച്ചവടം നടക്കാൻ വേണ്ടിയല്ലേ, ചിരിച്ചേക്കാം. ഓക്കെ സാറേ ഓക്കെ. ആരടവേ എന്റെ പറമ്പിൽ കൊടുന്ന് സർക്കസ് കൂടാനൊക്കെ അടിച്ചു വെച്ചേക്കണത്? ഞാൻ ആരുടെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? എടനല്ല എടിയാ എനിക്ക് കാണിക്കണ്. നിങ്ങൾ ആരാ? അത് ശരി, എന്റെ പറമ്പിൽ വന്ന് അവിടെ ടെന്റ് അടിച്ചു എന്നോട് ഞാനാരാന്നോ? ചേട്ടന്റെ പറമ്പ് ഇത്? ആ ഇരിക്കട്ടോ, ചായ എടുത്തിട്ട് വരട്ടെ. ഏതാടി? ഞാൻ AVT ഓടിക്കുന്നത്. ചേട്ടൻ ഏത് ചായയാന്ന്? നിന്റെ ചായപ്പൊടി ഏതാന്ന് ചോദിച്ചേ. നീ ഏതാന്നു? ഞാൻ നാടോടിയാ. മാനവ മര്യാദക്ക് നടന്നില്ലെങ്കിൽ നാടൊട്ട് കോടേണ്ടി വരും. അയ്യോ അതല്ലെന്ന്, ഞാൻ ആന്ധ്രന്ന് വരുവാ. കുഞ്ഞേരിയാണോ? കുഞ്ഞേരിയോ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണോ? ഞാൻ ആരാന്നോ? ഞാൻ ചന്ദ്രൻ മുതലാളി. മുതലാളിയാ? എന്റെ മുതലാളി കാലത്ത് തന്നെ എന്നോട് പിച്ചെടുക്കല്ലേ? പിച്ചെടുക്കാൻ വന്നല്ല, ഞാൻ കൈ നോക്കി ബലം പറയും. കൈനോട്ടക്കാരിയാ. കൈനോട്ടക്കാരാ? കൈ നീട്ട്. കൈ നീട്ടല്ല, കാല് നീട്ടി ഓർന്നാട് തന്നോണ്ടല്ലോ. അയ്യോ എന്റെ മുതലാളിക്ക് അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കൈ നീട്ടി ഞാൻ കാര്യങ്ങൾ പറയാം. സത്യം സത്യം പോലെ പറയത്തുള്ളൂ, കള്ളത്തരങ്ങളൊന്നും പറയത്തില്ല. ആ കൈയൊന്നിട്ടിക്ക്. നീ നിന്റെ പേര് പറഞ്ഞേ. മൃണാളിനി. സത്യം പറയടി. നളിനി. ഓടക്കം തന്നെ പൊളിഞ്ഞ്. അതല്ലാതെ നീ ആരാ? എന്റെ ചേട്ടാ, കുറച്ച് നാൾ മുമ്പ് ഞാൻ അപ്പുറത്തെ പറമ്പിൽ ടെന്റ് അടിച്ച് താമസിക്കുമായിരുന്നു. പക്ഷെ അവിടെ ഒരു സൗകര്യം ഇല്ലെന്ന്. ഞാനാണെങ്കിൽ നോക്കിയപ്പോ ഇവിടെ വിശാലമായിട്ട് കിടക്കുന്ന. പക്ഷെ ഇവിടെ വന്നപ്പോ കരണ്ടും ഇല്ല, വെള്ളവും ഇല്ല. ഞാനാണെങ്കിൽ വിളിച്ചു കൂവിയ പരിസരത്തുള്ള ആരും കേക്കത്തും ഇല്ല. ഞാനാണ് ഇവിടെ ഒറ്റയ്ക്ക. ചേട്ടൻ കല്യാണം കഴിഞ്ഞാണോ? ക്ഷണമാണോ അതോ അവസ്ഥ പറഞ്ഞാണോ? ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പറയാന്നാ പറഞ്ഞത്. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ല എനിക്ക് കെട്ടിയത്. ആ കല്യാണം മുടങ്ങിപ്പോയി. എന്ത് പറ്റിയതാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പന്തലിലേക്ക് അങ്ങോട്ട് ചെന്നതും വലിയൊരു പൂവാലെടുത്ത് എന്റെ കഴുത്തിലേക്ക് അങ്ങിട്ട്. അവിടെ നീ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് ഞാനൊരു പൂക്കളുടെ ഇടയ്ക്ക് പോയിരുന്നതാ. ഒരുത്തം വന്നേച്ച് ബൊക്കയാന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പൊക്കിക്കൊണ്ട് ചർക്കനും പെണ്ണും പോണ കാറിന്റെ നടുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചത്. എന്നിട്ട് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞോ? മുഹൂർത്തമായപ്പോ ചർക്കനില്ലല്ലോ. പിന്നെ അവരുടെ ബന്ധുക്കാരെ ആരാണ്ട് കണ്ടുപിടിച്ച് കല്യാണം നടത്തി. ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്നാറിയോ? ചർക്കനും പെണ്ണും വന്ന് കേറിയത് എന്നെ ഒട്ടിച്ചു വച്ചേക്കണ ഈ കാറിനകത്ത്. ഈ ചർക്കന്റെ വീട് കണ്ണൂര്. ടൈറ്റാനിക്കില് ജാക്കൻ റോസ് നിക്കണ മാതിരി ഇത് ഇങ്ങോരോരോ നിപ്പ് കണ്ണൂര് വരെ. അത് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഞാൻ ഇറങ്ങത്തില്ല. എന്റെ ഈ പറമ്പിൽ ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇറങ്ങത്തില്ല. ഇവിടുന്ന് ഞാൻ ഇറങ്ങത്തില്ല. തൊട്ടു പോകരുത്. മാറാനോ? ഇറങ്ങത്തില്ല ഞാൻ. നിന്നെ ഇവിടുന്ന് ഇറക്കാനുള്ള വഴി എനിക്കറിയാം. എടാ ബ്രോക്കർ കുട്ടപ്പ. ഹലോ എടാ കുട്ടപ്പ, സാറ് ഇവിടെ വന്ന് കാണാൻ നേരത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നല്ലേ നീ പറഞ്ഞേ? ഞാൻ വന്ന് കേറി പോലും ഇവിടെ മൊത്തം പ്രശ്നമാണ്. എന്താ പ്രശ്നം അവിടെ? ഇപ്പൊ ഏതാണ്ട് ഒരു നാടോടി പെണ്ണ് ഇവിടെ വന്ന് ടെന്റ് അടിച്ച് കിടക്കുക. അതിന്റെ അടുത്ത് പോവാൻ പറ്റിട്ട് പോണില്ല. എന്റെ ചേട്ടാ, അവിടെ ആരെങ്കിലും ഉണ്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ വസ്തുവിന്റെ കച്ചവടം നടക്കത്തില്ല. അതാ പറഞ്ഞ ഇതിന് എങ്ങനെയും ഒരു പരിഹാരം ഉണ്ടാക്കിത്താ. ഞാൻ കണ്ടിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ആള് വസ്തു കാണാൻ വരുമ്പം ആ നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണെന്ന് പറ. അയ്യോ അതെന്റെ പെണ്ണുമ്പിളിയൊന്നല്ല. പോ. നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് സ്നേഹം ഭാര്യക്ക് കൊടുക്കുന്ന ആളല്ലേ. ഇതങ്ങ് പറ, കച്ചവടം നടക്കണേ നടക്കട്ടെന്ന്. നീ എന്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ച്. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. അണിലേ, ഈ പറമ്പിനകത്തോട്ട് കയറി നിങ്ങളുടെ കൈ പൊട്ടി. ഞാൻ അതിനല്ല 1 മണിക്കൂർ എന്റെ ഭാര്യയായിട്ടൊന്ന് അഭിനയിക്കാവോ? അഭിനയിച്ച എത്ര തരും? 10,000 രൂപ ഞാൻ നിനക്ക് തരും. ആർക്ക് വേണം നിങ്ങളുടെ 10,000 രൂപ? 9,999 രൂപ എണ്ണി എന്റെ കയ്യിലോട്ട് വെച്ച് അഭിനയിക്കാം. അതെന്നെ മെനകെട്ട കണക്കാത്. 10,000 രൂപ തികച്ചു തന്നാ പിന്നെ GST കെട്ടണ്ടേ? അയ്യോ കിടക്കാൻ കൂടിയില്ലാണ്ട് കണ്ടോന്റെ പറമ്പിൽ ഒടിച്ചൂത്തി താമസിക്കുന്ന ഇവള് GST കൊടുക്കാൻ കാണിച്ച ആ മാന്യത എന്റെ പൊന്നോ നമിച്ച്. ആ വസ്തു മേടിക്കാനുള്ള സാറ് പെങ്ങ് വരും. ദൈവത്തോർത്തൊന്നും മിണ്ടരുത്. ഞാൻ കയ്യിൽ നിന്നിട്ട് കളിച്ച് കയറ്റിക്കോളാം. ഓക്കെ? അത് സാറത്തി.
നമസ്കാരം. നമസ്കാരം. ഞാൻ തെറ്റിയൽ ജോൺ. അപ്പൊ ശരിയായാൽ ശരിയായാലും ജോൺ. ഞാനെന്റെ പേരാ പറഞ്ഞത്, തെറ്റയിൽ ജോൺ. സാറ് ബിസിനസ് ഒക്കെ? ബിസിനസ് ഒക്കെയാണ്. എവിടെയാണ്? ഗ്രീസ്. എന്നെ അടിച്ച് വീഴും. അതൊരു രാജ്യമാണ് സുഹൃത്തെ, ഗ്രീസ് എന്ന് പറഞ്ഞാൽ. ആണോ? അപ്പോ ഇതാണ് വസ്തു. ഇതല്ല വസ്തു, ഈ കാണുന്ന മൊത്തമാണ് വസ്തു. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് വസ്തു. വസ്തുവിന്റെ ഡീറ്റെയിൽസ് പറയൂ. വസ്തുവിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ തന്ന വസ്തുവാണ്. ഓക്കെ, അടുത്ത് പറയൂ. പിന്നെ ഈ പറമ്പില് നമ്മൾ എവിടെ കുത്തിയാലും മണ്ണ് കിട്ടുമായിരിക്കും. മണ്ണല്ലെന്ന്, പിന്നെ നല്ല അടിപൊളി വെള്ളം കിട്ടും. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഒരു കിടക്കം വീടങ്ങോട്ട് വെച്ചാ പിന്നെ നോക്കണ്ട. എന്താ മാഞ്ഞു? അല്ലടാലേ, നല്ല വച്ചടി കേട്ടായിരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, തൊട്ടടുത്താണ് എഞ്ചിനീയറിംഗ് കോളേജ്. സാറിന്റെ മക്കളെയൊക്കെ അവിടെ ചേർത്ത് പഠിപ്പിക്കാതെ. അതേന്നേ, ഒരു വീട് വെച്ചിട്ട് മൂത്ത മോനെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മക്കളൊന്നും ഇല്ലേ? ഇല്ല. എത്രയല്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 2 മിനിറ്റ്. അല്ല ബാബാ, 2 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ട്രെയിൻ. ഇതാണ് വൈഫ്. ഇതാണോ വൈഫ്? അതെ. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ, എന്താ ഈ വേഷത്തിൽ? അവക്ക് ഭ്രാന്ത്. റീൽസ് എന്ന് വെച്ചാ അവക്ക് ഭ്രാന്ത. ആണോ? ഇവള് എന്ത് കഥാപാത്രം ചെയ്താലും തന്മയത്തമായിട്ടാ ചെയ്യുള്ളൂ. നമ്മുടെ പറക്കുണ്ടലിലെ നിത്യാദാസില്ലേ, അതിന്റെ സംഭവം ചെയ്തേക്കണം. നോക്കി, വല്ല മനസ്സിലായ? ഈ വസ്തു വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തോ ആക്രാന്തം ഉണ്ടെന്നാണ്? അതല്ല പറഞ്ഞത്. പിന്നെ റീൽസ്. റീൽസ്. ഓ, റീൽസ്. ഓക്കെ. ഇയാളോട് കാര്യം പറഞ്ഞ സമയം പോകും. ഞാൻ അതിര് കാണിച്ചു. അയ്യോ, കിടക്കാൻ കൂടിയല്ലാണ്ട് എന്റെ വീട്ടിലൊന്ന് ഒടിച്ചുത്തിരി താമസിക്കണ അവള് എന്റെ അതിര് നോക്കാൻ വേണം. അമ്പടി കള്ളി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വസ്തു എത്ര രൂപയ്ക്ക് കച്ചവടം എടുക്കണം? നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചാണ്, എന്നാലും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 5 ലക്ഷം രൂപ. ഓക്കെ. 8 ലക്ഷം രൂപയിൽ 1 രൂപ കുറയത്തില്ല. ഞാൻ പറഞ്ഞോളാം. മണ്ട, 2 മാസം കൂടെ കഴിഞ്ഞ ഇതിലെ ഹൈവേ വരും, അറിയാവോ? അതെനിക്കങ്ങനെ അറിയാം. അതുകൊണ്ടല്ലേ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ടെൻഡ് അടിച്ചത്. അമ്പടി കേമേ, ഇവള് പറയൊന്നും കേക്കണ്ട. 5 ലക്ഷം. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഒരു തീരുമാനം പറയൂ. നിങ്ങൾ ഒരാൾ പറയുന്നു 8 ലക്ഷം, ഒരാൾ പറയുന്നു 5 ലക്ഷം. ശരിക്കും ഈ വസ്തുവിൽ നിങ്ങളുടെ ബന്ധം എന്താ? ഞങ്ങൾ ഷെയറാണ്. ഷെയറുള്ള വസ്തു അത് പറയണ്ടേ? നിങ്ങളുടെ ഷെയർ എത്രയാണ്? ഞങ്ങൾ ഈക്വൽ ആണ്. ഓക്കെ. അപ്പൊ പോക്കുവരവൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇവിടുന്ന് ഒരു പോക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1.5 അടിച്ചിട്ട് ഒരു 1.5 വരവ് ഇങ്ങോട്ട് വരും. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വേറെ വല്ല പോക്കുവരവും ഉണ്ടോ എന്നൊരു ഡൗട്ടും ഉണ്ട്. ഞാൻ ചോദിച്ച അതല്ലെന്ന്, ഈ വസ്തുവിന്റെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതെങ്ങനെയാണെന്ന്? അതെല്ലാം പക്ക ഡിജിറ്റൽ ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നിങ്ങളെക്കാട്ടിയും കൂടുതലും ഇവർക്കാണ് ഈ വസ്തുവിനെ പറ്റി അറിയാന്നുള്ളത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നാളെ ഈ വസ്തു വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇവരുടെ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നായിട്ട് വരാൻ പോണില്ല. എന്തായാലും നിങ്ങൾ അവിടെ നിൽക്കുന്ന സംസാരിക്കാം. അല്ല, ഒരു മിനിറ്റ്, നമ്മൾ 5 ലക്ഷം രൂപ ആദ്യം പറഞ്ഞാണല്ലോ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ സുഹൃത്തെ. അതെ, 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്കാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് സമാധാനിപ്പിച്ചോട്ടെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? എന്റെ പൊന്നെ, ഇപ്പൊ പറഞ്ഞു ഉറപ്പിച്ച സംഭവമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ 5 ലക്ഷം രൂപ പറഞ്ഞില്ലായിരുന്നോ ബ്രോക്കർ ഓമന കുട്ടന്റെ അടുത്ത് പറഞ്ഞു? എന്റെ പൊന്നു സുഹൃത്തിന്റെ സംസാരം 5 ലക്ഷം രൂപയാണ് ഈ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്. 5 ലക്ഷം അല്ല, 5 ലക്ഷത്തിന്റെ കേസാന്ന് പറഞ്ഞത്. അതെ, 5 ലക്ഷം രൂപയ്ക്കാണ്. 5 ലക്ഷം രൂപയെന്ന് പറഞ്ഞ ഇപ്പൊ. അപ്പൊ പിന്നെ ഈ പുള്ളിക്കാരി 8 പറഞ്ഞതോ? സാറ് ശരിക്കും ഈ പ്രോപ്പർട്ടി എന്തോ കാര്യത്തിനാ വാങ്ങിക്കുന്നത്? ഞാനിത് വാങ്ങിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കിന്. സാറാണോ അത്? അതെ. സാറേ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എന്റെ ചേച്ചിയുടെ മോനില്ലേ, കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് മഴ നനഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ കൺസെഷൻ കാർഡ് കീറിപ്പോയി. അതൊന്ന് ശരിയാക്കി തരാം. ഞാൻ മറ്റേ ഈ KSRTC കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടിയല്ല, കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ പരിപാടിയാണെന്ന്. മേസ്തിരി. മേസ്തിരിമാരൊക്കെ ഇപ്പൊ കോട്ടിട്ട് കൊടുക്കേ. 8 ലക്ഷം രൂപയൊക്കെ വില പറയണ ഈ ടീമിന്റെ വിവരം മനസ്സിലായില്ലേ? അതാ പറഞ്ഞ 5 ലക്ഷം രൂപ. നിങ്ങൾ സംസാരിച്ച ധാരണയിലെത്തി. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് 8 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 1 രൂപ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല, ഞാൻ ഒപ്പിടത്തില്ല. നീ ഒപ്പിടുക. 5 ലക്ഷം രൂപ. 5 5 5 8 8 8 5 8 5 8 5. കുറെ നേരമായി 5 8 5 8 എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരുടെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം. എനിക്ക് ഈ വസ്തു ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് രണ്ടും കൂടെ തമ്മിൽ തല്ലരുത്. കണ്ട ചേച്ചി, ഞാൻ ആദ്യം കണ്ടപ്പോൾ ചേച്ചി നാടോടി സ്ത്രീ എന്നാ, പക്ഷേ കാണാൻ കൊള്ളാം, കുടുംബത്തിലുള്ളൊരു ചേച്ചിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 2 പേരും കൂടെ സംസാരിച്ച് ധാരണയിലെത്തിയിട്ട് ചേച്ചി എന്നെ വിളിക്കണം. അണ്ണൻ്റെ നമ്പറുണ്ട്. ഓക്കെ ഓക്കെ, ശരി എന്നാ എല്ലാം സംസാരിച്ച് ഓക്കെ ക്ലിയർ ആയിക്കോ. അയ്യോ,
എന്റെ വസ്തു വിൽക്കണമെന്ന് നിനക്ക് എന്നാ കാര്യം? ഈ വസ്തുവിനകത്താണോ എന്റെ ആ വീട് നിൽക്കുന്നേ? അതെ. 8 ലക്ഷം രൂപയിൽ കുറഞ്ഞ 1 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. ഇപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങൾ പലതവണ ഇതിനകത്ത് കയറി ഇറങ്ങിയ CC ക്യാമറ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഞാൻ ആ മീഡിയക്കാർക്ക് കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ഏറെ കടന്ന് ഇങ്ങനെ കറങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ. നമുക്കിപ്പോ എത്ര രൂപയ്ക്ക് ഉറപ്പിക്കാം? 8 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 1 രൂപ കുറഞ്ഞാൽ നിങ്ങളെ തട്ടും ഞാൻ. അങ്ങനെ ചെയ്യാം. എനിക്കെന്തിന്റെ കേടായിരുന്നു?